ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം കാണുമ്പോഴേ അറിയാമല്ലോ, ഇന്ന് ദീപാവലിയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. അപ്പം ഞാൻ ഒരു സാരിയൊക്കെ എടുത്തുടുത്ത് വൈകുന്നേരം കുളിച്ച് സാരിയൊക്കെ ഉടുത്ത് മൺചിരാവിൽ തിരിയൊക്കെ ഇട്ടിട്ട് വിളക്ക് കത്തിക്കുകയാണ്. അപ്പോൾ ദീപാവലി ആകുമ്പോഴത്തേന് നമുക്ക് കുറച്ചെങ്കിലും ദീപങ്ങൾ വെക്കണമല്ലോ. അപ്പോൾ പണ്ട് തൊട്ടേ ഉള്ള ശീലമാണ്. അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ അത്രയും അങ്ങോട്ട് കൂടുതൽ വെക്കാൻ പറ്റത്തില്ല, ഇത്രയും മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത്രയും കൊണ്ട് ഞാൻ കത്തിച്ച് ആശ്വസിച്ചു. അപ്പോൾ കുറച്ച് ദീപമൊക്കെ കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് സാരി എന്തായാലും ഉടുത്തിയാണല്ലോ, അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞങ്ങൾ സ്വീറ്റ്സ് മേടിക്കാൻ പോയി. അപ്പോൾ അത് നമുക്കൊന്ന് പോയി കണ്ടിട്ട് വന്നാലോ. സ്വീറ്റ്സൊക്കെ മേടിക്കാൻ പോകുന്നത് നമുക്ക് ദീപാവലി ആകുമ്പോഴത്തേന് ഇപ്പോൾ ഉള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്വീറ്റ്സ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ സ്വീറ്റ്സ് മേടിക്കാൻ പോയി, ഞാനും അപ്പൂച്ചും കൂടെ. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. ഓക്കെ. അങ്ങനെ ഇന്നലെ സന്ധ്യയ്ക്ക് ഞാനും അപ്പൂച്ചും കൂടെ സ്വീറ്റ്സ് മേടിക്കാൻ പോയതാണ്. അപ്പം നല്ല മഴയായിരുന്നു. ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോയത്. അപ്പോൾ ബൂ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോയ്ക്കാണ് പോയത്. ഇവിടെ അടുത്ത് തന്നെയാണ്, പക്ഷേ മഴയൊക്കെ ആയതുകൊണ്ട് ഇനിയും മഴ നല്ല പെയ്യാനുള്ള പിന്നെ മിന്നലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓട്ടോയ്ക്ക് പോയതാണേ. അങ്ങനെ ഓട്ടോയ്ക്ക് പോകുന്നത് ഞങ്ങൾ വാൾനട്ടിലേക്കാണ്. വയനാട്ടിലുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും വാൾനട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. നല്ലൊരു ബേക്കറിയാണത്. അത് ബേക്കറി എന്ന് പറയാൻ പറ്റില്ല, അത് അവർ തന്നെ ഉണ്ടാക്കി, അവരുടെ ഫാക്ടറിയിൽ അവർ തന്നെ ഉണ്ടാക്കിയിട്ട് അവരുടെ ഔട്ട്ലെറ്റുകളിൽ അവർ കൊണ്ടുവച്ച് വിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് വേറെ പുറത്തേക്കൊന്നും ആർക്കും കൊടുക്കത്തില്ല. അത് അവരുടെ ബ്രാൻഡായിട്ടുള്ള സാധനം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള സാധനങ്ങളാണ്, നല്ല ഹൈജീനിക്കായിട്ട് അവരുണ്ടാക്കുന്നതുമാണ്. കുറച്ച് റേറ്റ് കൂടുതലുണ്ട് പൊതുവെ മറ്റ് ബേക്കറികളിൽ നിന്ന്. പക്ഷെ അതിൻ്റെ ക്വാളിറ്റിയും അത്രയും കൂടുതലാണ്. എല്ലാം നല്ല 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 ടേസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുമെന്നൊക്കെ പറയത്തില്ലേ, അതേപോലെയാണ് മൈസൂർ പാക്ക്, അതേപോലെ ലഡു, ജാംഗ്രി, പിന്നെ കേക്കുകൾ, ഇതൊക്കെ ഇവരുടെ സ്പെഷ്യലാണ്. അത് ഞാനിപ്പോൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, കാരണം വയനാട്ടിലുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യം ഇത്. നമ്മൾ കൊല്ലത്തൊക്കെ ആണെങ്കിൽ സുപ്രീം ബേക്കറി എന്ന് പറയത്തില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെ ഇതും. അപ്പം ഞങ്ങൾ മേടിച്ചതാ. ഇത് കണ്ടില്ലേ, അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ അവർ ഡെയിലി മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ, രാവിലെ കൊണ്ടുവരുന്ന സാധനങ്ങൾ വൈകിട്ടത്തേക്ക് തന്നെ തീർന്നു പോവും. പിന്നെ കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നാളത്തേക്ക് വെക്കാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ മാത്രമേ അവരിവിടെ വെക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ മേടിച്ചിട്ട് വന്നു. അപ്പോൾ 2 ടൈപ്പ് ബോക്സായിരുന്നു ഈ ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ്സ് ഉള്ളത്. അപ്പോൾ ഒന്ന് ചെറുതും ഒന്ന് വലുതും. വലുതിന് 900 എത്രയും കണ്ടായിരുന്നു, ചെറുതിന് 470 കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറുതാണ് മേടിച്ചത്. പിന്നെ എന്നിട്ട് എക്സ്ട്രാ കുറച്ച് വേറെ സാധനങ്ങളും കൂടെ മേടിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയത് കോമ്പസ് ആയിരുന്നു, അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഓപ്പൺ ചെയ്തു. എന്നെക്കായും കൂടുതൽ വെയിറ്റിങ്ങിൽ ഇപ്പുറത്തെ ആൾക്കാർ വേറെ നിൽപ്പുണ്ട്, അപ്പൂച്ചും കിച്ചുമൊക്കെ നിൽപ്പുണ്ട് അവിടെ. അപ്പം ഞാനൊന്ന് അത് ഓപ്പൺ ചെയ്ത് വീഡിയോ എടുത്തതിന് ശേഷം വേണം അവർക്ക് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലായിടവും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഇത് മേടിച്ചു. ഇതിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ട്, പക്ഷെ നല്ല ടേസ്റ്റാണേ. വീണ്ടും വീണ്ടും പറയുക, വയനാട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ടൂറൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും നാട്ടിലുള്ളവരൊക്കെ വാൾനട്ടിൽ കയറിയിട്ട് എന്തെങ്കിലും മേടിച്ച് കഴിച്ചു നോക്കണം കേട്ടോ.
ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അയ്യേ എന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മേടിക്കും. ഞങ്ങൾ മേടിക്കുന്നെങ്കിൽ അവിടെ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ജാങ്ക്രി, കാരണം ഈ ബോക്സിനകത്ത് ദീപാവലി സ്വീറ്റ്സിനകത്ത് ഒരു ജാങ്ക്രി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കറിയാം അത് തികയൂല, കാരണം എല്ലാവർക്കും വേണം ജാങ്ക്രി. അപ്പോൾ ഞാൻ വേറൊരു ബോക്സിനകത്തും കൂടെ മേടിച്ചു, വേറെയും കൂടെ കുറച്ചും കൂടെ മേടിച്ചു. ആ ജാങ്ക്രി ഇങ്ങനെ മുറിക്കുമ്പോൾ ജ്യൂസി ആയിട്ടുണ്ടാവും അതിനകത്ത്. ഇങ്ങനെ ഇറ്റ് വീഴും അതിനകത്തു നിന്നുള്ള ജ്യൂസ്. പിന്നെ കുറച്ച് കപ്പ് കേക്ക് മേടിച്ചു, 3 ഫ്ലേവർ മേടിച്ചു. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് റെഡ് വെൽവെറ്റാണേ. ഇത് കൊള്ളാം, കുഴപ്പമില്ല. പക്ഷെ എന്നാലും കുറച്ചും കൂടെ ടേസ്റ്റ് റെഡ് വെൽവെറ്റാണ് ഇത്. അങ്ങനെ അതുമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിവിടെ ഈ പിന്നെ പടക്കം പൊട്ടിക്കൽ അത്ര അങ്ങോട്ട് ഇതില്ല. കാരണം നമ്മൾ കൊല്ലത്തൊക്കെ ആണെങ്കിൽ ദീപാവലിക്ക് ഭയങ്കരമായിട്ട് പടക്കം പൊട്ടിക്കും. ഇവിടെ പക്ഷേ വിഷുവിനാണ് പടക്കം പൊട്ടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങ് കുറച്ച് ദൂരെ എവിടെയോ പടക്കം പൊട്ടുന്ന സൗണ്ട് കേട്ടു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ടെറസിൽ കയറിപ്പോയിട്ട് നോക്കുമ്പോൾ ഉണ്ട് ആ സൈഡിൽ ഇങ്ങനെ പിന്നെ പടക്കം പൊട്ടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പ്രകൃതി ഒരു പടക്കം പൊട്ടിച്ചു ആ സമയത്ത്. അതും നല്ല ഭംഗിയായിരുന്നു. അതും കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഉണ്ട് ബൂവും കിച്ചുവനും വന്നു. കിച്ചുവനും വന്നപ്പോഴത്തേനുണ്ട് നല്ല ലഡു വീണ്ടും വാൾനട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന്. അപ്പോൾ ബൂവിനറിയാമല്ലോ ഞങ്ങൾക്ക് ഇത് ഇഷ്ടമാണെന്ന്. അങ്ങനെ ബൂവിൻ്റെ സ്പെഷ്യലായിട്ട് ബൂവ് വാൾനട്ടിൽ നിന്ന് ലഡു മേടിച്ചുകൊണ്ട് വന്നു. അതും ഞങ്ങൾ തിന്നു. അങ്ങനെ ഞങ്ങളുടെ ദീപാവലി എല്ലാം തീർന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.